ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്പാടീസ് വ്ലോഗ്സ്. സോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒരു ഫോൺ റിവ്യൂ ആണ്. നമ്മുടെ എൻ്റെ സെക്കൻഡ് ഫോൺ റിവ്യൂ ആണിത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇത് ഞാനൊന്നും ലാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഫോൺ റിവ്യൂ. കാരണം ഈ ഫോൺ എന്തെങ്കിലും ഇപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ പറയുന്നതിന് മുന്നേ അപ്പോൾ നമ്മുടെ ആദ്യം ഗസ്റ്റ് വിളിക്കുക എഡിറ്റക്. വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഫോൺ റിവ്യൂ 17 Pro Max ആണ് ഭഗവത്ത് പറഞ്ഞ മാതിരി. അപ്പോൾ 17 Pro Maxന്റെ കാര്യം എന്ന് വെച്ചാൽ 512 GB സ്റ്റോറേജ് വരുന്ന ഒരു ഫോണാണ്. ആൻഡ് ഇത് ഡീപ് ബ്ലൂവിൻ്റെ കളറാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആൻഡ് അതിന് മുമ്പ് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഇവനായിരിക്കും പറയേണ്ടത്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പാസ്സായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഫോണിലേക്ക് അപ്പോൾ നമ്മുടെ ഫോണാണല്ലോ പ്രയോറിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കേട്ടോ, iPhone 17 Pro Max കണ്ടോ, കാണിക്കാമല്ലോ എല്ലാവർക്കും മനസ്സിലാവില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫോൺ ഡീപ് ബ്ലൂ കളറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിൻ്റെ ക്യാമറയിലേക്ക് പോകാം. സോ ക്യാമറ നമുക്ക് 48 MP ആൻഡ് 48 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആൻഡ് 48 MP അൾട്രാ വൈഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതും പിന്നെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറ വീഡിയോയിലാണ് 4K ആയിട്ട് 120 FPS വരെ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് 1080p ആണെങ്കിൽ നമുക്ക് 240 FPS വരെ അവൈലബിൾ ആണ്. അത് പിന്നെ നമുക്ക് സെൽഫി ക്യാമറയിലേക്ക് പോവാം. സെൽഫി ക്യാമറ ആണ് നമുക്ക് സിംഗിൾ ആണ് 18 MP, അതുപോലെ 20mm അൾട്രാ വൈഡ് ആണ് വരുന്നത്. പിന്നെ എന്താ ഉള്ളത്, വീഡിയോ 4K 60 FPS വരെ അവൈലബിൾ ആണ്. അതുപോലെ 1080p ആണ് നമുക്ക് 120 FPS വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാര്യം പറയുന്നത് നമ്മുടെ എഡിടെക്കിനെ വിളിക്കാം. എഡിടെക് കം. അപ്പോൾ അടുത്തൊരു ഡിസ്പ്ലേയുടെ കാര്യമാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LTPOയുടെ സൂപ്പർ റെറ്റിനയുടെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ സാംസങ് കൊടുത്തതായിരിക്കും, കാരണം നമുക്ക് മിക്ക ഐഫോൺസും നമ്മുടെ എനിക്ക് തോന്നുന്നു 15 Pro Max ഒക്കെ ആയാലും നമ്മുടെ ഐഫോൺ ഡിസ്പ്ലേസ് ഒക്കെ സാംസങ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ എനിക്ക് തോന്നുന്നു ഈ OLEDന്റെ ഡിസ്പ്ലേസ് ഒക്കെ ഈ സാംസങ്ങിൻ്റെ അൾട്രാ ഫോൺസിലും അല്ലാണ്ട് സാംസങ്ങിൻ്റെ പഴയ ഫോൺസ് അത് വെച്ച് S9 അതിലൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കാരണം അതിൽ 4K റെസൊല്യൂഷൻ്റെ ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു ഡിസ്പ്ലേയിൽ. അപ്പോൾ ഈ ഐഫോണിൻ്റെ ഇത് നോക്കുമ്പോൾ 120 Hz റിഫ്രഷ് റേറ്റും വരില്ല. അത് വെച്ചാൽ സ്മൂത്ത് ആയിരിക്കും. ഇങ്ങനെ പണ്ടത്തെ എന്തിനു വേണം ഇപ്പോഴത്തെ ബേസിൻ്റെ iPhone 17 ആയാലും 120 Hz കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേയുടെ കാര്യത്തിന് ഐഫോൺ നല്ല തന്നെയാണ് ചെയ്തേക്കുന്നത് ഇപ്രാവശ്യം. പിന്നെ ബാക്കി നോക്കുകയാണെന്ന് വെച്ചാൽ ആൻറ്റി റിഫ്ലക്റ്റിങ്ങിൻ്റെ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. S25 അൾട്രയിലൊക്കെ ഇങ്ങനെ ഗ്ലെയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് അത് വെച്ചാൽ ലൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഡിസ്പ്ലേയിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ. എനിക്ക് ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു ഐഫോണിൻ്റെ. അപ്പോൾ ഇനി അടുത്തത് ഭഗവത്ത് പറയും അടുത്ത ഫീച്ചർ. സോ ഗൈസ്, നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ പറയുന്നത് നമ്മുടെ നൈറ്റോഗ്രാഫിയുടെ പിക്ചർ ഒരെണ്ണം പറയാൻ പറയുന്നത്. ഇതാണ് നമ്മുടെ ഫോട്ടോ ഉണ്ടോ, എല്ലാം കാണാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ സാമ്പിളായിട്ട് സൈഡ് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ നൈറ്റോഗ്രാഫിയുടെ പിക്ചർ ഇതാണ്. നിങ്ങൾക്ക് സാമ്പിളായിട്ട് കാണിച്ചു തരാം. റിംഗ് ലൈറ്റ് കാണും, ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേക്കാം. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു ഫീച്ചർ പറയുന്നത് നമ്മുടെ ബാറ്ററി. സോ ബാറ്ററി നമുക്ക് എന്താ പറയുക, എൻ്റെ സിം ആട്ടോ, എൻ്റെ ഈ iPhone 17 Pro Maxൻ്റെ സിം ആണ്. അപ്പോൾ അതിനകത്ത് 5088 mAh ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ചാർജിങ്ങിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക 25 വാട്ടിൻ്റെ വയർലെസ് മാക്സേഫ് ചാർജിങ് ആണ് നമുക്ക് വരുന്നത്. അതായത് 50% ജസ്റ്റ് 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ 50%. കാരണം ഇത് iPhone സ്റ്റാറിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളറും കൂടെ പറയാം. കളർ നമുക്ക് എന്താ പറയുക, അവൈലബിൾ 3 കളറാണ് അവൈലബിൾ: ഡീപ് ബ്ലൂ, കോസ്മിക് ഓറഞ്ച്, അതുപോലെ സിൽവർ. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഇപ്പോൾ ഡീപ് ബ്ലൂ ആണ്. അതായത് നമ്മുടെ മോഡൽ iPhone 18 എന്താ പറയുക, മോഡലല്ല, പ്രൈസ് നമ്മുടെ ഇന്ത്യൻ പ്രൈസിൽ 1,49,900 ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ UAE പ്രൈസ് ഞാൻ വാങ്ങിയത് സ്ക്രീൻ പ്രൊട്ടക്ടർ, ലെൻസിൻ്റെ പ്രൊട്ടക്ടർ എല്ലാം, എയർപോഡ് എല്ലാം കൂടെ വാങ്ങിയപ്പോൾ എനിക്ക് ടോട്ടൽ എയർപോഡിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു എയർപോഡ് 4 ആണ്. എയർപോഡ് 4 അത് ഞങ്ങൾക്ക് എല്ലാം കൂടെ ടോട്ടൽ ഒരു 6,000, മാക്സിമം നിങ്ങൾക്ക് ഒരു 9,000 dirhams കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോഡിൻ്റെ 4ഉം iPhone 17 Pro Max വിത്ത് ലെൻസ് പ്രൊട്ടക്ടർ, സ്ക്രീൻ പ്രൊട്ടക്ടർ ഈ എല്ലാം വാങ്ങാം. ചാർജിങ്ങിൻ്റെ അഡാപ്റ്ററും എല്ലാം അങ്ങനത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബേസിക് സാധനങ്ങളെല്ലാം ഒരു 9,000 dirham പോട്ടെ, ഒരു 10,000 dirhams ആണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങാം. അതും 17 Pro Max. ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ കയ്യിലുള്ളപ്പോൾ 512 GB ആണ്. നമുക്ക് 1TB 2GB ആൻഡ് 250 GB അവൈലബിൾ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് 512 GB. അപ്പോൾ അടുത്തൊരു കാര്യം പറയാനായിട്ട് ഞാൻ സ്വന്തം എഡിടെക്കിനെ വിളിക്കുന്നു.
സോ അടുത്ത ഞാൻ പറയാൻ പോണ ബോഡിയെ കുറിച്ചാണ്. സോ ഇതാണ് തോന്നുന്നത് എനിക്ക് ലാസ്റ്റ് ഫീച്ചർ ഇനി ഇതിൽ ഞങ്ങളൊക്കെ പറഞ്ഞതിൽ നോക്കുമ്പോൾ. അപ്പോൾ ബോഡി എനിക്ക് തോന്നുന്നു വെയിറ്റ് ഇത് 233 grams ആണ് വരുന്നുള്ളൂ. പിന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ ഗ്ലാസ് ഫ്രണ്ടും പിന്നെ സെറാമിക് ഷീൽഡ് 2 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അലുമിനിയത്തിൻ്റെ അലോയ് ഫ്രെയിമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അലുമിനിയാണ് എനിക്ക് തോന്നുന്നു 13 Pro Maxൽ ടൈറ്റാനിയം ആണ് കൊടുത്തിരിക്കുന്നത്. അല്ല 13 Pro Maxൽ അലുമിനിയം, 15ലാണ് ടൈറ്റാനിയം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നാനോ സിം ഉണ്ട്, നാനോ സിം പ്ലസ് നാനോ സിം, പിന്നെ ഇ സിം പ്ലസ് ഇ സിം ഉണ്ട്. ഭഗവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഇ സിമ്മിൻ്റെയാണ്. സോ ഇനി അതല്ലാണ്ട് വേറെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ IP റേറ്റിംഗ് 68 ആണ്. അതുകൊണ്ട് വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആണ്. അതുകൊണ്ട് വെള്ളത്തിനൊന്നും വീണാൽ അത്രയും പെട്ടെന്നൊന്നും ഓഫ് ആവില്ല ഫോൺ. അപ്പോൾ അത്രയും പെട്ടെന്ന് നാശമാകത്തില്ല. പിന്നെ പോരാത്തതിന് ഇതിൽ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. സോ ഇത് എനിക്ക് തോന്നുന്നു നിർത്താമെന്ന്. അപ്പോൾ ഞാൻ ഭഗവത്തിനെ കൂടി വിളിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ ഭഗവത്തിനെ കൂടി വിളിക്കാണ്. ഭഗവത്തെ കൂടി വന്നു. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ പോക്കറ്റില്ല ഐഫോണിൻ്റെ. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞ സ്പെക്സും ഫീച്ചറും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ഇനി പറയുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എത്ര ഇപ്പോൾ എടുത്ത് ഞാനിത് ഫെബ്രുവരി ഒരു ഹാഫ് ആയിപ്പോൾ എടുത്താൽ. അപ്പോൾ മാക്സിമം ഒരു 1 or 3 weeks ആയി ഞാൻ എടുത്തത്. പിന്നെ ഇത് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു September 19, 2025 ഇത് റിലീസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഞാൻ ഇത്ര ഒരു 1 or 3 week ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര സ്മൂത്താണ്. അതേപോലെ നമുക്ക് ലൈക്ക് ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് മോഡും നല്ലതാണ്. അതുപോലെ നമുക്കിപ്പോൾ ഇരുട്ടുള്ള റൂമിൽ ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് നൈറ്റ് മോഡ്. അതിനകത്ത് വെച്ച് നമ്മളൊരു സെൽഫി ഒരു മിറർ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പകലെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചവും കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് എടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അത്രയും എനിക്ക് പറയുള്ളൂ. ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചല്ലോ, അതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഒരു ഫോട്ടോ എടുത്തു, ഒരു മിറർ ഫോട്ടോ. അത് ഞാൻ ഇതിൻ്റെ സൈഡ് ഇവിടെ കൊടുത്തേക്കിയ ഒരു ഫോട്ടോ. അത് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ഇരുട്ടുള്ള റൂമിൽ ഒരു നൈറ്റ് മൂഡ് വെച്ചെടുത്താണ്. അപ്പോൾ അത്ര എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. iPhone 17 Pro Maxന്റെ ചിപ്സെറ്റ് വരുന്നത് A19 ബയോണിക് ചിപ്സെറ്റാണ് വരുന്നത്. അതുകൊണ്ട് വളരെ സ്മൂത്താണ് ആൻഡ് വെരി പവർഫുൾ ആണ് ആ ചിപ്സെറ്റ്. പിന്നെ ഇതിൽ iPhone 17 Pro Maxൽ പുതിയതായി കൊടുത്തേക്കുന്നതിൽ വേപ്പർ കൂളിംഗ് ചേമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേപ്പർ കൂളിംഗ് ചേമ്പർ ഉള്ള കാരണം ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ ഗെയിമിങ്ങിനായാലും നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് വരുന്നത്. സോ iPhone 17 Pro Max ബെസ്റ്റ് റിഫൈൻഡ് ഫോൺ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയെല്ലാവരും നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ iPhone 17 Pro Max നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭഗവത്തിനെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടമായി. സത്യം പറയാൻ എനിക്ക് ഇഷ്ടമായി. കാരണം പക്ഷേ എനിക്ക് ആകെ ഐഫോണിൻ്റെ ഒരു കുറ്റം പറയാൻ പറയുകയാണെങ്കിൽ ഇത് പുതിയൊരു ഫോൺ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് അല്ലാണ്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞു വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇനിയൊരു iPhone 18 തന്നെ ഇനിയിപ്പോൾ 8 monthsനുള്ളിൽ റിലീസ് ചെയ്യുന്ന ഏതൊരു റൂമേഴ്സ് പറയുന്നത് കേട്ടോ. അതെനിക്കറിയാൻ ശരി. പിന്നെ ഇപ്പോഴും ആപ്പിൾ ഇന്റലിജൻസ് ഇപ്പോഴും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ ഇത്തിരി കൂടി ഡെവലപ്പ് ചെയ്യാണ്ട്. സാംസങ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ആപ്പിളും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈവൽസ് എന്ന് വെച്ചാൽ ഇവരുടെ റൈവറി ഇതൊക്കെ നടക്കുമ്പോൾ ഒരു ഹാർഡ് ഇതൊക്കെ ആയിരിക്കും പൂവുണ്ടാവുക. സോ എല്ലാവർക്കും ഐഫോൺ എടുക്കണം എന്നുണ്ടാവും, പിന്നെ സാംസങ് എടുക്കണമെന്നുണ്ടാവും, പിന്നെ കൺഫ്യൂഷൻസ് ആവും. സോ ഐഫോൺ ഇനിയും ഡെവലപ്പ് ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ iPhone 17 Pro Max അതുപോലെ നമ്മുടെ ഇപ്പോഴും അതിൻ്റെ ഒരു സ്പെക്സോ അല്ലാണ്ട് അതിനൊരു കംപ്ലൈൻറ്റ് പറയാത്തൊരു ഫോണായി സാംസങ് S21. അതേപോലെ സാംസങ്ങിൻ്റെ ഒരു S20 സീരീസ് അതിൽ ഇപ്പോൾ S26 സീരീസ് വരെയുള്ള അതിന് എനിക്കൊരു കംപ്ലൈൻറ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇനി ഒരു കമ്പാരിസൺ എൻ്റെ ഫാദറിൻ്റെ ഇരിക്കുന്ന S21 Ultra S21 ആണ്. അതുപോലെ ഇപ്പോൾ iPhone 17 Pro Max ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാനാണ് അടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നത്. സോ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ. സോ ഇറ്റ്സ് മീ Ambadi's vlog, it's him Editech. So guys, see you next time. Bye.